എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ദാമിയുടെ കയ്യിൽ നിന്ന് തൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ജിൻമോയുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന ഹൺമോനെയാണ്. അവളെ കണ്ട പാടെ ജിൻമോ കിടന്ന് നന്നായിട്ട് ദേഷ്യപ്പെടുകയാണ്. ജിൻമോ ഈ സമയം കെ എന്ന ഒരാളുടെ കാര്യം പറയാണ്. കെയ്ക്ക് ഈ കുഞ്ഞിൻ്റെ ആവശ്യം പോലും ഇല്ല എന്നൊക്കെയാണ് ജിൻമോ പറയുന്നത്. ഈ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം, അതായത് ഹൺമോനിക്കുണ്ടായ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് കെ ആണ്. കെയ്ക്ക് ഈ സമയം കുഞ്ഞിനെ എന്നല്ല നിന്നെ പോലും വേണ്ടാത്ത അവസ്ഥയാണ് എന്നൊക്കെ പറയാണ്. ഹൺമോനി കുഞ്ഞിനെ ജിൻമോനെ ഏൽപ്പിച്ചിട്ട് കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ആശുപത്രി കൊണ്ടുപോയി രക്ഷിക്കണമെന്ന് കാല് പിടിക്കുകയാണ്. എന്തൊക്കെയായാലും സ്വന്തം കുഞ്ഞല്ലേ. അടുത്ത സീനിൽ ദാമിയാണ് കാണിക്കുന്നത്. പാവം അവൾ ആ മഴയൊക്കെ നനഞ്ഞ് മിസ്റ്റർ ബങ്ങിൻ്റെ വീടിൻ്റെ പുറത്ത് വന്ന് നിൽക്കുകയാണ്. അദ്ദേഹം ഈ സമയം അകത്തിരുന്നുകൊണ്ട് ദാമിയെ കാണുന്നുണ്ടായിരുന്നു. ദാമി ഒരു 100 വട്ടം സോറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എത്രയൊക്കെ കേട്ടിട്ടും മിസ്റ്റർ ബങ് ഡോക്ടർ ചായയോട് പറയാണ്, എൻ്റെ പെർമിഷൻ ഇല്ലാതെ വാതിൽ തുറന്നു പോയേക്കരുത് എന്ന് പറയാണ്. അതേസമയം അറസ്റ്റ് ചെയ്ത ദോഹിക്കിനെ നമുക്ക് കാണാം. സ്റ്റേഷനിൽ വെച്ച് കങ്ങിനെ കാണാനാണ് ദോഹിക്ക്. കങ്ങിനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ പലതും ദോഹിക്ക് സംസാരിക്കുമ്പോൾ ദോഹിക്കും അവിടെ ചെറിയൊരു അടി പോലെ ആവുന്നുണ്ട്. പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് കങ്ങ് ദോഹിക്കിനെ കൊണ്ട് ഒരു മുറിയിൽ കയറി കഥ അടയ്ക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന അവരുടെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അതായത് ദോഹിക്ക് ആദ്യമേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. ദോഹിക്കിനെ തെറ്റിദ്ധരിപ്പിച്ച് കങ്ങിനെതിരെ തിരിച്ചതാണ്. കങ്ങിൻ്റെ ഈ ഒരു ഇപ്പോഴത്തെ ദേഷ്യമൊക്കെ കാണുമ്പോൾ ദോഹിക്കിനെ കരുതുകയാണ്, അതായത് അവനിപ്പോൾ കൊല്ലും എന്നുള്ളത്. പക്ഷേ ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കങ്ങ് അവനോട് സോറി ചോദിക്കുകയാണ്. നിങ്ങളുടെ കാര്യം ഞാൻ കുറച്ചും കൂടി അധികം ശ്രദ്ധിക്കേണ്ടതായിരുന്നു, തെറ്റ് എനിക്കാണ് പറ്റിപ്പോയത് എന്നൊക്കെ പറഞ്ഞ് കങ്ങ് സോറി ചോദിക്കുകയാണ്. നീ ശ്രദ്ധിച്ച് കേൾക്കണം, ജിൻമോയുടെ പുറകിൽ മറ്റാരോ ഉണ്ട്, അവന് ഓർഡർ കൊടുക്കുന്നത് വേറെ ആരോ ആണ്, അവനായിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുകയാണ്. അവർക്ക് ആദ്യം മുതൽ തന്നെ എൻ്റെ കമ്പനി ആവശ്യമായിരുന്നു, അതിനുവേണ്ടി നിന്നെ യൂസ് ചെയ്തതാണിപ്പോൾ. നിന്നെ ഉപയോഗിച്ചവരെ കീഴ്പ്പെടുത്താനായിട്ട് എനിക്ക് നിൻ്റെ സഹായം ആവശ്യമാണ്, അതിന് നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദോഹിക്കിൻ്റെ ചെവിയിലായിട്ട് കങ്ങ് എന്തോ പറയാണ്. പക്ഷെ അപ്പോഴേക്കും പോലീസ് അവിടെ കയറി രണ്ടുപേരെയും പിടിച്ചു മാറ്റാണ്. അടുത്ത സീനിൽ മഴയത്ത് നനഞ്ഞു വരുന്ന ഹൺമോനിയെ കാണാം നമുക്ക്. അവൾ എല്ലാവരോടും പറഞ്ഞു നടന്നിരുന്നത് അവളുടെ അമ്മ US-ലാണെന്നും അവളുടെ ഫാമിലിയൊക്കെ ഭയങ്കര റിച്ച് ആണെന്നൊക്കെയാണ്. പക്ഷെ സത്യത്തിൽ അവളുടെ ഫാമിലി വളരെ പാവപ്പെട്ടൊരു ഫാമിലി ആയിരുന്നു. 2 സഹോദരങ്ങളും സംസാരിക്കാൻ ശേഷിയില്ലാത്ത ഒരമ്മയെ അടങ്ങുന്നതായിരുന്നു അവളുടെ കുടുംബം. വീട്ടിലേക്ക് കയറി വരുന്ന അവൾ കാണുന്നത് അവളുടെ ഒരു ബ്രദർ ഹാങ് ചുങ്സു പൈസ ചോദിച്ചുകൊണ്ട് അവളുടെ അമ്മയുടെ അടുത്ത് വളരെയധികം ഒച്ച വെച്ച് സംസാരിക്കുകയാണ്. അവനാണെങ്കിൽ അവൻ്റെ ഏതൊരു സുഹൃത്തിൻ്റെ ബൈക്ക് വിറ്റിട്ട് അതിന് കിട്ടിയ പൈസ എടുത്ത് ചൂതാട്ടത്തിനായി ഉപയോഗിച്ചിരുന്നു. അതിൽ തോറ്റതുകൊണ്ട് തന്നെ പൈസ അടച്ചില്ലെങ്കിൽ ജയിലിൽ പോകുന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. മോനോട് അവൾ പറയാണ്, ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് കിട്ടേണ്ട പൈസ എനിക്ക് കിട്ടണം, അല്ലെന്നുണ്ടെങ്കിൽ ഹൺ ഹ്വേസു ആയിരുന്ന നീ എങ്ങനെ ഹൺ മോനി ആയെന്ന് ഈ ലോകത്തോട് മൊത്തം ഞാൻ വിളിച്ചു പറയും എന്ന് പറയാണ്. അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം ഹൺമോനി അമ്മയെ സമാധാനിപ്പിക്കാനായിട്ട് ഇരിക്കുകയാണ്. അമ്മ അന്നേരം അവളെ സഹായിക്കാൻ പറ്റാത്തതിൽ വല്ലാണ്ട് സോറി പറയാണ്. സംസാരിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് തന്നെ സൈൻ ലാംഗ്വേജിലാണ് അവരത് പറയുന്നത്. അതേസമയം ആ മഴയത്ത് 2 മണിക്കൂറിലേറെ നനഞ്ഞ് നിൽക്കേണ്ടി വന്നിട്ടും തിരിച്ചു പോകാതെ സോറി ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദാമി. നമുക്ക് കാണാം തൊട്ടടുത്ത് തന്നെ രാഹി മറ്റൊരു കാറിൽ അവളെ നോക്കിക്കൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. അവൾ ആ സമയം ഓർക്കാണ് മിസ്റ്റർ ലീ പറഞ്ഞ കാര്യം, ദാമിക്ക് ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് തന്നെ മഴ നനയാൻ പാടില്ല എന്ന കാര്യം. അതുപോലെ തന്നെ മഴ നനഞ്ഞതുകൊണ്ട് ദാമി അവിടെ കുഴഞ്ഞു വീഴുകയാണ്. രാഹി ഇത് കണ്ട് ഇറങ്ങി വരുന്നുണ്ടെങ്കിലും ദാമിയെ ആശുപത്രി കൊണ്ടുവരുന്നതിന് പകരം ചെയർമാൻ്റെ ഡോർ ബെൽ അടിച്ചിട്ട് തിരിച്ച് കാറിൽ കയറിയിരിക്കുകയാണ്. അതേസമയം ഡോക്ടർ ചായ ഇറങ്ങി വന്ന് ദാമിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വീട്ടിലെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ഇറങ്ങി വരുന്നത്. ദാമിയെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് തന്നെ അവർ ആംബുലൻസ് വിളിച്ച് ദാമിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്. ഈ വിവരം അറിഞ്ഞതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെത്തി ദാമിയെ കാണാനായി മിസ്റ്റർ ലീയും മിസ്സസ് ലീയും എത്തിയിട്ടുണ്ടായിരുന്നു. അവരെ അത് വിളിച്ചറിയിച്ചത് മറ്റാരും ആയിരുന്നില്ല, ഡോക്ടർ ചാ ആയിരുന്നു. അവരിപ്പോൾ രാഹിയുടെ എല്ലാ കള്ളത്തരങ്ങളും മിസ്റ്റർ ലിയോടും മിസ്സസ് ലിയോടും പറയാണ്. അതായത് ദാമിയെ രാഹി അവരുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്നത് തന്നെ മിസ്റ്റർ ബങ്ങിൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങാനായിട്ടായിരുന്നു. ദാമി മഴ നനഞ്ഞത് രാഹി കാരണമാണ്, രാഹിക്ക് വേണ്ടി മിസ്റ്റർ ബങ്ങിനോട് മാപ്പ് പറയാനായിട്ട് ചെന്നതായിരുന്നു ദാമി എന്നൊക്കെ ഡോക്ടർ ചാ പറയാണ്. അല്ലെങ്കിൽ പിന്നെ അവളായിട്ട് തന്നെ ഉപേക്ഷിച്ച് കുട്ടിയെ തന്നെ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യം അവർക്കെന്താ എന്നൊക്കെ ഡോക്ടർ ചാ ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ടും മിസ്സസ് ലീക്ക് ഒട്ടും വിശ്വാസമാവുന്നില്ലായിരുന്നു. ഇതൊന്നും സത്യമല്ല, രാഹിയുടെ കയ്യിൽ നിന്ന് ദാമി കുഞ്ഞായിരുന്നപ്പം ഏതോ ട്രെയിനിൽ നിന്ന് മിസ്സായി പോയതാണ്, അല്ലാതെ അവർ മനഃപൂർവ്വം കുട്ടിയെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ പറയാണ്. അല്ലെങ്കിൽ പിന്നെ കുട്ടിയെ നഷ്ടപ്പെട്ട് ഇത്രയും നാളുകൾക്ക് ശേഷവും രാഹി എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്ന് മിസ്സസ് ലീ ചോദിക്കുകയാണ്. ഇത് കേട്ട് ഡോക്ടർ ചായക്ക് ചിരി വരികയാണ്. രാഹി ഇപ്പോൾ ഒരു ഡ്രാമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡ്രാമയ്ക്ക് ഇപ്പോൾ വലിയൊരു തുക ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ദാമിയെ അതിനു വേണ്ടിയിട്ടാണ് അവളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഹോസ്പിറ്റലിൽ രാഹിയെ കാണാം. ദാമിയെ
സ്ട്രെച്ചറിലൊക്കെ കിടത്തി കൊണ്ടുപോകുന്ന കണ്ടിട്ടും രാഹിയുടെ മുഖത്താണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റം ഒരു സങ്കടവും ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ അതേസമയം മിസ്റ്റർ ബങ് അതിലേക്ക് വരുന്നത് അവൾ ശ്രദ്ധിക്കുകയാണ്. അദ്ദേഹത്തെ കാണിക്കാനായിട്ട് വേണ്ടി മാത്രം അവൾ ദാമിയുടെ അടുത്ത് ചെന്ന് വല്ലാണ്ട് കരയാനും അഭിനയിക്കാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നീ എന്തിനാ മോളെ നിൻ്റെ ഗ്രാൻഡ് പേരുടെ അടുത്തേക്ക് പോയത്? ഈ മഴയെ നനഞ്ഞ് എനിക്ക് വേണ്ടി അങ്ങോട്ട് ചെല്ലേണ്ട ആവശ്യം എന്തായിരുന്നു? എന്നിട്ട് ഞാൻ പോവരുതെന്നൊക്കെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് വല്ലാണ്ട് അവിടെ കിടന്ന് അഭിനയിക്കുകയാണ് അവൾ. അതിനുശേഷം മിസ്റ്റർ ബങ്ങിൻ്റെ അടുത്ത് വന്ന് അവൾ വല്ലാണ്ട് ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് തീരെ മനസ്സാക്ഷിയില്ലേ? അവളെ ഇത്രയും നേരം പുറത്ത് മഴയത്ത് നിർത്താൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നൊക്കെ ചോദിച്ച് വളരെയധികം ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ ജീവന് ഒട്ടും വില നൽകുന്നില്ലേ? പൈസയുടെ കാര്യത്തിലൊക്കെ ഇത്ര അഹങ്കാരം വേണോ എന്നൊക്കെ ചോദിച്ച് വളരെയധികം ദേഷ്യപ്പെടുകയാണ്. മിസ്റ്റർ ബാങ് ഈ സമയം പറയുകയാണ് അവളുടെ ഹാർട്ടിൻ്റെ പ്രോബ്ലത്തിൻ്റെ കാര്യമൊന്നും അവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളത്. അതേസമയം ദോഹുക്കിനെയും കങ്ങിനെയും കൂടി പോലീസുകാർ സ്റ്റേഷനിൽ നിന്ന് മറ്റെങ്ങോട്ടോ കൊണ്ടുപോവാണ്. ഇടയ്ക്ക് വെച്ച് റെസ്റ്റ് റൂമിലേക്ക് അവരെ ഇറക്കുന്നുണ്ട്. റെസ്റ്റ് റൂമിൽ വെച്ച് മുന്നേ എന്തോ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അതിനുശേഷം പോലീസുകാരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. കങ് ഈ സമയം ദോഹുക്കിൻ്റെ കയ്യിലിട്ടിരിക്കുന്ന വിലങ്ങിൻ്റെ ചാവി കൊടുത്തിട്ട് നീ ഇവിടുന്ന് പോ, എന്നിട്ട് അവരെ പോയി കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ദോഹുക്കിൻ്റെ പുറകിൽ പോലീസ് വരാതിരിക്കാനായിട്ട് അവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ദോഹുക്ക് ഈ സമയം അവിടുന്ന് രക്ഷപ്പെടുകയാണ്. രാഹി ഈ സമയം മിസ്റ്റർ ലീക്കും മിസ്സസ് ലീക്കും എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവർ ആ സമയം രാഹിയെ തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഈ 12 വർഷത്തിന് ശേഷം നിൻ്റെ മോളെ നീ അന്വേഷിച്ച് വന്നത് എന്തിനായിരുന്നു? നിൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ മോളെ നിങ്ങൾ യൂസ് ചെയ്യുമായിരുന്നോ എന്നൊക്കെ ചോദിച്ച് നല്ലതായിട്ട് ദേഷ്യപ്പെടുകയാണ്. രാഹി അവരെ ആദ്യമൊക്കെ കുറേ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവരൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാഹി സമയം അവളുടെ ശരിക്കുള്ള രൂപത്തിൽ വന്നിട്ട് അവരോട് തിരിച്ച് ഷൗട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. മിസ്സസ് ലീക്ക് ഇപ്പോഴാണ് ഡോക്ടർ ചാ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ബോധ്യമായത്. ഡാമിക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞല്ലായിരുന്നോ? അവൾക്ക് ഒരു രീതിയിലും മഴ നനയാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞല്ലായിരുന്നോ? നീ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നൊക്കെ ചോദിച്ച് രാഹിയെ ക്വസ്റ്റ്യൻ ചെയ്യാണ് മിസ്സസ് ലീ. അതുകൊണ്ടെന്താ, അവൾ മരിച്ചില്ലല്ലോ എന്നാണ് രാഹി തിരിച്ചു കൊടുക്കുന്ന മറുപടി. അവളിതേ സമയം മിസ്റ്റർ ബങ് അങ്ങോട്ടേക്ക് വരുന്നത് ശ്രദ്ധിക്കുകയാണ്. അദ്ദേഹം അങ്ങോട്ടേക്ക് വരുന്നതും ഇവരുടെ കോൺവെർസേഷൻ കേൾക്കാനായിട്ട് അവിടെ മാറി നിൽക്കുന്നതായിട്ടും അവൾ കാണുകയാണ്. അതേസമയം അദ്ദേഹത്തെ കാണിക്കാനായിട്ട് വേണ്ടി തന്നെ അവൾ സീറ്റ് മാറ്റി അവർക്കെതിരെ തിരിയുകയാണ്. പൈസ എനിക്കായിരുന്നില്ല ആവശ്യം, പൈസ ദാമിക്കായിരുന്നു ആവശ്യം, നിങ്ങളുടെ കടങ്ങൾ വീട്ടാനായിട്ട്. അവൾ എന്നോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ കടങ്ങൾ വീട്ടിൽ കൊടുക്കണമെന്ന്. അതുകൊണ്ടാണ് അവൾ മഴ നനയേണ്ടി വന്നത്. അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കുറ്റങ്ങളൊക്കെ അവളിപ്പോൾ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളെങ്ങാനും 12 വർഷം മുന്നേ എന്നെ മോളെ കിഡ്നാപ്പ് ചെയ്തതാണോ എന്ന് വരെ അവൾ ചോദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന മിസ്റ്റർ ബങ് കൺവിൻസ് ആവുന്നുണ്ടായിരുന്നു. രാഹി പറയുന്നതാണ് സത്യമെന്നാണ് അദ്ദേഹം കരുതുന്നത്. ബോധം വന്ന ദാമിയോട് സംസാരിക്കാനായി മിസ്റ്റർ ബങ് അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ബോധം വന്ന ഉടനെ തന്നെ അവൾ മിസ്റ്റർ ബങ്ങിനെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും സോറി ചോദിച്ച് എൻ്റെ അമ്മയ്ക്ക് പൈസ കൊടുക്കണം എന്നൊക്കെ പറയാണ്. അദ്ദേഹം അവൾ പറയുന്നത് സമ്മതിക്കാം, നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷേ നിൻ്റെ അഡോപ്റ്റീവ് പേരൻസിൻ്റെ അടുത്തേക്ക് ഒരിക്കലും നീ ചെല്ലരുത്, അവരുമായിട്ട് ഒരു ബന്ധവും പുലർത്താനായിട്ട് നീ ശ്രമിക്കരുത് എന്ന് പറയാണ്. ദാമിക്ക് തീരെ ആഗ്രഹമില്ലെങ്കിൽ കൂടി അവളുടെ സ്വന്തം അമ്മയ്ക്ക് വേണ്ടി അവളത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. ഇനി ഒരിക്കലും മിസ്റ്റർ ലീ ആയിട്ടോ മിസ്സസ് ലീ ആയിട്ടോ അവൾ ഒരു ബന്ധവും പുലർത്തില്ല എന്ന് അവൾ സത്യം ചെയ്ത് കൊടുക്കുകയാണ്. അവൾക്കിത് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് വല്ലാണ്ട് കരയാണ്. അതേസമയം വീട്ടിലേക്ക് തിരിച്ചു വന്ന ദാമിയുടെ പേരൻസ് അവളുടെ ചെറുപ്പത്തിലുള്ള ഒരു കാര്യം ആലോചിക്കുകയാണ്. ഒരു ദിവസം സ്കൂൾ വിട്ട് വന്ന ദാമി വല്ലാണ്ട് കരയാണ്. കാര്യം എന്താണെന്ന് അവർ ചോദിക്കുമ്പോൾ അവൾ പറയാണ്, ഞാൻ ഇനി ഒരിക്കലും സ്കൂളിലേക്ക് പോവില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ ഈ പാട് കണ്ട് വല്ലാണ്ട് കളിയാക്കുന്നുണ്ട് എന്ന്. ഹാർട്ടിൽ സ്റ്റെൻഡ് ഇട്ടത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പാട് ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് അവളുടെ കൂട്ടുകാർ കളിയാക്കുന്നു എന്നാണ് അവൾ പറഞ്ഞിരുന്നത്. ഇതേസമയം മിസ്റ്റർ ലീയും മിസ്സസ് ലീയും അവരുടെ തന്നെ പാടുകൾ കാണിച്ചു കൊടുക്കുകയാണ്. അവൾക്കൊരിക്കലും ഇതുപോലൊരു സങ്കടം ഉണ്ടാവാതിരിക്കാനായിട്ട് നേരത്തെ തന്നെ അവരത് ടാറ്റു ചെയ്ത് വെച്ചിരുന്നായിരുന്നു. അവളെ സമാധാനിപ്പിക്കാനായിട്ട് അത് നമുക്ക് കുടുംബപരമായി ഉള്ളതാണെന്നും ഒക്കെ പറഞ്ഞ് അവളെ വിശ്വസിപ്പിക്കുകയാണ്. അടുത്ത സീനിൽ ഓഡീഷനായിട്ട് വന്നിരിക്കുന്ന ഹൻമോണിയാണ് കാണിക്കുന്നത്. ആ സമയം അവിടേക്ക് സാറ എന്ന പേരുള്ള ഒരു പ്രശസ്തയായ ആൾ വരികയാണ്. അവളെ കണ്ടപാടെ എല്ലാ കണ്ടസ്റ്റൻസും അവരുടെ പ്രതീക്ഷ കൈവിടുകയാണ്. ജാറെ തന്നെ സെലക്ട് ചെയ്യുള്ളൂ, അവർക്ക് കിട്ടില്ല എന്നൊക്കെ പറയാണ്. മോനി ഈ സമയം തലേദിവസം നടന്നൊരു കാര്യത്തെപ്പറ്റി ആലോചിക്കുകയാണ്. ജിൻമോ അവളെ വിളിച്ചിട്ട് അവളുടെ കുട്ടി മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടുകൂടി ഈ ഓഡിഷൻ അല്ലാതെ അവളുടെ മുന്നിൽ മറ്റൊരു ലക്ഷ്യമില്ല എന്നുള്ള കാര്യം അവൾ തീരുമാനിക്കുകയാണ്. അടുത്ത സീനിൽ ഓഡിഷനിൽ ഡാൻസ് കോമ്പറ്റീഷൻ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ജഡ്ജസ് എല്ലാം ജാറെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട് മോനിക്ക് ചെറിയ ടെൻഷനൊക്കെ ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെ ഒരു പവർ കട്ട് ഉണ്ടാവുകയാണ്. പാട്ട് കട്ടായതോടെ ജാറ ഉൾപ്പെടെ എല്ലാവരും ഡാൻസ് ചെയ്യുന്ന നിർത്തിയെങ്കിലും മോനി നിർത്തിയിട്ടില്ലായിരുന്നു. അവൾ സ്വയം ആ പാട്ട് പാടി അവിടെ നിന്ന് ഡാൻസ് ചെയ്യുകയാണ്. അതേസമയം നമുക്ക് കാണാം അവിടെ നിന്ന് ജഡ്ജസിൻ്റെ ഇടയിൽ രാഹിയും ഇരിപ്പുണ്ടായിരുന്നു.
മോനിയുടെ ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ട് റാഹി വളരെയധികം ഇംപ്രസ്ഡ് ആവുകയാണ്. ആ ഒരൊറ്റ പെർഫോമൻസ് കൊണ്ട് തന്നെ അവൾ തന്നെ ആ ഒരു ഓഡിഷനിൽ സെലക്ട് ആവുകയാണ്. അടുത്ത സീനിൽ മിസ്റ്റർ ബങ് ആരെയോ ഒരാളെ കാണാനായിട്ട് വരുന്നതാണ് കാണിക്കുന്നത്. ആളുടെ മുഖമൊന്നും നമുക്ക് വ്യക്തമാകുന്നില്ല. പക്ഷെ അയാൾ ഓർഡർ ഇട്ടത് പ്രകാരം മിസ്റ്റർ ബങ് കങ്ങിൻ്റെ കമ്പനിയെ ബാങ്ക്രപ്റ്റ് ആക്കാനായിട്ട് നോക്കുമായിരുന്നു. അതിനുള്ള റിവാർഡായിട്ട് ഒരു ലാൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ കോൺഫിഡൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് മിസ്റ്റർ ബങ്ങിന് അയാൾ കൊടുക്കുകയാണ്. കൂടാതെ ഏതൊരു കിണറിൻ്റെ അടുത്തുള്ള സ്ഥലം വാങ്ങാനായിട്ടും അദ്ദേഹത്തോട് അയാൾ പറയുന്നുണ്ട്. ആ ഡോക്യുമെൻ്റ് കിട്ടിയ മിസ്റ്റർ ബങ്ങിന് വളരെയധികം സന്തോഷമാകുന്നതായിട്ട് നമുക്ക് കാണാം.